ഈ ചർച്ചയിൽ SDPI ഒരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല, അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഭാഗമല്ല. SDPI കോൺഗ്രസിന് പിന്തുണ കൊടുത്ത് വലിയ വലിയ കാര്യമാണ്. ആ പിന്തുണ വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞത്, UDF എന്ന് പറഞ്ഞത് വലിയ വിഷമം പോലെയാണ് ഈ ചർച്ചയുടെ ഓരോ ചോദ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ സാഹചര്യം ചൂണ്ടിക്കാണിക്കാൻ കാരണം BJP ഒന്ന് കുനിയാൻ പറയുമ്പോഴേക്കും കോൺഗ്രസ് ഇഴയുന്നു, അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നു, അവരുടെ കൊടി പോലും ഉപേക്ഷിക്കുന്നു. 140 കൊല്ലം ചരിത്രമുള്ള കോൺഗ്രസിന്റെ കൊടി പോലും അവരുടെ ഏറ്റവും വലിയ അഖിലേന്ത്യാ നേതാവ് നോമിനേഷൻ കൊടുക്കുമ്പോൾ വേണ്ടെന്ന് വയ്ക്കുന്നു. കാരണം അതെടുത്ത് ലീഗിന്റെ കൊടി വന്നാൽ അതെടുത്ത് വടക്കേന്ത്യയിൽ പ്രചരണം നടത്തിയാൽ മോശമാകുമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ കോൺഗ്രസ് എന്തിനാ നിലനിൽക്കുന്നത്? കോൺഗ്രസിന്റെ സംസ്കാരവും ചരിത്രവും കൊടിയും അവരുടെ പോരാട്ട വീരും എല്ലാം BJPക്ക് മുന്നിൽ അടിയറ വയ്ക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങളാണ്. എണ്ണമിട്ട കേരളത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയും അഡ്വക്കേറ്റ് അരുൺകുമാർ, ദേശീയ രാഷ്ട്രീയത്തിന്റെ ആകുലതകൾ നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഇന്ത്യ മുന്നണി ജയിക്കുക എന്നൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള പ്രചാരണം ഇവിടെ കൊണ്ടുവരുമോ? നിങ്ങൾക്ക് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസിനെ വിമർശിക്കാമല്ലോ. എന്തൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് കോൺഗ്രസിന്റെ ഭിന്നിപ്പുമായി, പാർട്ടിക്കകത്ത് നേതാക്കൾ തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് പറയാം, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ മറ്റെന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാം നേതാക്കൾക്കെതിരെ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന നേതാക്കൾക്കെതിരെ നിങ്ങൾക്ക് ഉന്നയിക്കാൻ വിഷയങ്ങൾ ഉണ്ടാകുമല്ലോ. നിങ്ങൾ എന്തിനാണ് രാഹുൽ ഗാന്ധി എന്നൊരു ഒറ്റ വിഷയത്തിലേക്കും ദേശീയ തലത്തിലേക്കും അത് ഉയർത്തിക്കൊണ്ടുപോകുന്നത്? BJP പറയുന്ന അതേ പ്രചാരണങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ എല്ലാ പ്രചാരണ പരിപാടികളിലും രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം തിരിയുന്നു. പിന്നെ എന്ത് ഇന്ത്യ മുന്നണിയാണ് ശ്രീ അരുൺകുമാർ? ഞങ്ങൾ ഈ 1 മണിക്കൂർ ചർച്ചയ്ക്ക് റിപ്പോർട്ടർ ചാനലിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് തന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു വാചകം പറഞ്ഞ് മുഴുപ്പിക്കുന്നതിന് മുമ്പ് താങ്കൾ ഇടപെടുകയാണെങ്കിൽ ദയവായി ഈ ചർച്ചയിൽ തുടരാൻ എന്നെ അനുവദിക്കേണ്ട, ഞാൻ പോയിക്കോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാപിക്കാനാണെങ്കിൽ അത് സ്ഥാപിച്ചോ, ഒറ്റയ്ക്കിരുന്ന് സ്ഥാപിച്ചോ. ഞാനൊരു വാചകം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇടപെടാൻ പാടില്ല. ബാക്കിയുള്ള ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഒരു മറുപടിയും പറഞ്ഞില്ല. എനിക്ക് എന്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ അവസരം തരുമെങ്കിൽ മാത്രം ഞാൻ ചർച്ചയിൽ തുടരാം, അല്ലെങ്കിൽ താങ്കൾ തന്നെ ചർച്ച നടത്തിക്കോ. പറയുന്നില്ലേ? അല്ല, ഇടപെടാനാണെങ്കിൽ താങ്കൾ ഇടപെട്ടോ. ചർച്ചയാണ്. അസഹിഷ്ണുത വേണ്ട. ഞാൻ ഒരു തരത്തിലും ഒച്ചപ്പാട് ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. ഈ ചർച്ചയിൽ ഒരു ഒച്ചപ്പാടും ഉണ്ടായിട്ടില്ല. അരുണിന്റെ ഒച്ചയല്ലാതെ ഈ ഒച്ച ബഹളമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇറങ്ങിപ്പോയ ശങ്കുട്ടിദാസ് പോലും ബഹളം വെച്ചിട്ടല്ല പോയത്. അദ്ദേഹം എന്തോ കാരണത്താൽ ഇറങ്ങിപ്പോയി, എനിക്കറിയില്ല. താങ്കൾക്ക് പറയാം, താങ്കൾ വിശദീകരിച്ചോളൂ. ഒരൊച്ചയല്ല, താങ്കളുടെ നിലപാട് ശരിയല്ലെന്ന്. അതായത് ഒരു ആങ്കർ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയാനുള്ള ഞങ്ങളുടെ അവകാശത്തിൽ ഇടപെടുന്നത് മര്യാദയല്ല. ഓരോ ചർച്ചകളിലും മര്യാദ ലംഘനം നടത്തുന്നത് താങ്കളാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ അത് ഉത്തരം പറയണ്ടേ? 1 മിനിറ്റ് പോലും ഉത്തരം പറയുന്നതിന് മുമ്പ് അടുത്ത ചോദ്യം. താങ്കൾ 100 ചോദ്യം ചോദിച്ചാൽ അത് പറയാൻ റെഡി ആയിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അത് പറയാൻ അനുവദിക്കണം, അതിനുള്ള മര്യാദ കാണിക്കണം. ഞാൻ ഇവിടെ NDA മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരത്തിൽ വരാനും കൃത്യമായി ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിൽ അഭിപ്രായം പറയാനെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഞങ്ങൾ അത് അഡ്രസ്സ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും അടുത്ത കാലത്ത് കോൺഗ്രസ് എടുക്കുന്ന ചില നിലപാടുകളും ചില മേഖലകളിൽ എടുക്കുന്ന നിലപാടില്ലായ്മയും ഗൗരവമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യബോധത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടല്ല, BJPക്കെതിരെ ആയിട്ടുള്ള വോട്ടുകൾ വിഭജിച്ചു പോകാതിരിക്കാനുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്താനല്ല, മറിച്ച് ഒരു ഫാസിസ്റ്റ് രാജ്യമായി, ഒരു മതരാജ്യമായി ഈ രാജ്യത്തെ മാറ്റാനുള്ള ശ്രമത്തെ ദുർബലപ്പെടുത്താനുമല്ല. ഇപ്പോ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ബാബറി മസ്ജിദിൽ പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിത് പ്രാണപ്രതിഷ്ഠ നടത്തി. ഞങ്ങൾ പറഞ്ഞു ഈ രാഷ്ട്രത്തിന് മതമില്ല, ഭരണാധികാരികൾക്ക് മതമില്ല, പ്രധാനമന്ത്രി തന്നെ മുഖ്യ പൂജാരിയാകുന്ന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അന്ന് ആ നിലപാടിനെ എല്ലാവരും തള്ളിപ്പറഞ്ഞു. കോൺഗ്രസ് തന്നെ നിലപാടെടുക്കാൻ 2 ആഴ്ച വൈകി. പല കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞു ഞങ്ങൾ അതിൽ പങ്കെടുക്കും, മുഖ്യമന്ത്രിമാര് തന്നെ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം കോൺഗ്രസ് ഒരു നിലപാടെടുത്തു വന്നപ്പോഴേക്കും വലിയ തരത്തിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഭിന്നതകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കോൺഗ്രസിന് ഒഴിവാക്കാമായിരുന്നു. 2 ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതി പോയി ഫൈറ്റ് നടത്തി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി. ആ ഒരു ഘട്ടത്തിൽ പോലും DLF അടക്കം 170 കോടി രൂപ റോബർട്ട് വധേരയ്ക്ക് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് എടുത്ത് കോൺഗ്രസും അതിന്റെ ഭാഗവാക്കായി മാറി. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തെ ഇല്ലാതാക്കാൻ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസും റോബർട്ട് വധേരയും എല്ലാം മാറിയപ്പോ ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുന്നു. ആ ജയിലിൽ പോകുന്നല്ല, കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നു. അതിന് പരാതി കൊടുത്തത് കോൺഗ്രസ്. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരാഴ്ച മുമ്പ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ നേതൃത്വം. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ യോജിച്ചുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നു.
പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരം ഈ രാജ്യത്ത് നടക്കുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമോ എന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അർദ്ധരാത്രി ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് നാളെ വന്ന് പറയാമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം കളിയാക്കി മറുപടി പറയുന്നു. രാഹുൽ ഗാന്ധി ഈ ചട്ടം നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. സോണിയാഗാന്ധി പ്രതികരിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം പോലും പ്രതികരിക്കാത്ത സാഹചര്യം ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന പല സാഹചര്യങ്ങളിലും വിഷയങ്ങളിലും താങ്കൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്കൊന്ന് ഇടപെടട്ടെ. CAA വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിക്കേണ്ട ഘട്ടത്തിൽ പറഞ്ഞതിന്റെ ക്ലിപ്പുകളടക്കം നിങ്ങൾ നേതാക്കൾക്ക് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് ശശി തരൂരാണ്. ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, വേറെയും കോൺഗ്രസ് നേതാക്കൾ MP-മാർ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്, ഈ ടീം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംസാരം അവിടെ ഉണ്ടായിട്ടില്ല, പാർലമെന്റിൽ ഉന്നയിക്കേണ്ടടുത്ത് ഉന്നയിച്ചിട്ടുണ്ട്. താങ്കൾ ഈ പറയുന്നത് പോലെ കോൺഗ്രസ് ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നില്ല. അത് അടവ് നയമായിരിക്കാം, പ്രായോഗിക രാഷ്ട്രീയമായിരിക്കാം. താങ്കൾ ഈ പറയുന്നത് പോലെ ആത്യന്തികമായി വിജയിച്ചു കയറുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അവിടെ വോട്ട് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അത് പറയാതിരിക്കുന്നു എന്നുള്ളതിനർത്ഥം അതിൽ നിലപാടില്ല എന്നുള്ളതാണോ? നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ പ്രായോഗിക രാഷ്ട്രീയം എല്ലാ ഘട്ടത്തിലും പയറ്റിയിട്ടുള്ളതാണല്ലോ. നിങ്ങൾ ശബരിമല വിഷയം ഒരു വശത്ത് നന്നായി ഉന്നയിച്ചിരുന്നതാണ്, അതിൽ നിലപാടെടുത്തവരാണ്, ഇവിടെ വനിതാ മതിൽ സംഘടിപ്പിച്ചവരാണ്. പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പായപ്പോഴേക്കും 2019 തിരഞ്ഞെടുപ്പിൽ പഠിച്ച പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ 2021 നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചില സമയത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, നിലപാടുണ്ട്, പക്ഷെ ആ നിലപാട് പറയാൻ പറ്റാത്ത സാഹചര്യം എന്നുള്ളത് നിങ്ങൾക്കും പ്രായോഗിക രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ പ്രായോഗിക രാഷ്ട്രീയത്തെ, അടവ് നയത്തെ നിങ്ങൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് മുന്നണി എന്ന നിലയ്ക്ക്, അതായത് ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് ശരിയാകുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. മണ്ടൻ ചോദ്യമാണ്. പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഒരു മതരാജ്യമായി മാറുക എന്നതാണ്. 26-28% വരുന്ന ജനങ്ങൾ വളരെ ആശങ്കയോടെ ഈ രാജ്യത്ത് ഇതുവരെ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ള കടുത്ത ആശങ്കയോടെ ഓരോ ദിനവും എണ്ണപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭരണത്തിലേക്ക് വരാൻ ഈ നിലപാട് വിഘാതമാകും, അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ അത് ശരിയാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ എന്താണ് പിന്നീട് ഉയർത്താതിരുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പറയാമല്ലോ, ഞങ്ങളിതാ വനിതാ മതിൽ ഉയർത്തി, സ്ത്രീകളുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ സ്ത്രീകളെ തുല്യതയിലേക്ക് എത്തിക്കാൻ ഞങ്ങളിതാ മുന്നിട്ടിറങ്ങി. ആ വാദം ഇപ്പോഴും ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ്? പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ ചടുലതയോടെ പ്രതികരിക്കുക, അത് തന്നെ ബുദ്ധിയുള്ള ഉത്തരം തന്നെയാ. ചടുലതയോടെ പ്രതികരിക്കുകയും ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ നന്നായി തന്നെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അല്ലാതെ അന്ന് ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താ ഇപ്പൊ എടുക്കാത്ത? ഏത് വിഷയം ഇപ്പൊ ഞങ്ങൾ എടുക്കാത്തത്? ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പറയട്ടെ ഈ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയത ഒന്ന്, കാശ്മീരിനെ കീറി മുറിച്ചു. ആരാ സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയേ? കാശ്മീരിലെ നേതാക്കന്മാരെ മുഴുവൻ വീട്ടുതടങ്കിലിട്ടപ്പോ സുപ്രീം കോടതിയിൽ പോയി ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി ആ നേതാക്കന്മാരെ മോചിപ്പിക്കാൻ മുന്നിൽ നിന്ന് പോരാടിയത് സീതാറാം യെച്ചൂരി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാ. ബിൽക്കിസ് ബാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ആ പ്രതികളെ രക്ഷിച്ചു വിട്ടു. അതായത് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ മുഴുവൻ പ്രതികളെയും രക്ഷിച്ചു. അതിനെതിരെ നിയമ പോരാട്ടം നടത്തി ആ പ്രതികളെ അകത്തേക്കിട്ടതാരാ? CPM ആണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പോയി മേടിച്ചില്ലേ? CPM-ഉം CPI-യും ഒഴിച്ച് ഞങ്ങൾ ആ ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് പറഞ്ഞ് നിയമ പോരാട്ടം നടത്തി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയായി അതിന് സുപ്രീം കോടതി വഴി തെളിയിച്ച് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ആ രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചർച്ചയിൽ മുമ്പ് ഇലക്ട്രൽ ബോണ്ട് നമ്മൾ ചർച്ച ചെയ്തതുമാണല്ലോ അരുൺകുമാർ. അതിലൊന്നും ഒരു പിഴവുമുണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ രാജ്യം നേരിടുന്ന എല്ലാ വിഷയങ്ങളും ഉന്നയിക്കുമ്പോൾ ചില വിഷയങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം ചില സമയത്ത് തമസ്കരിക്കുന്നു എന്നിടത്താണ്. ചില സമയത്ത് തമസ്കരിക്കുന്നു, ചില സമയത്ത് അത് ഇവിടെ ഗുണം ചെയ്യുമെന്നുള്ള കൊണ്ട് ആവർത്തിച്ച് പറയുന്നു. ഇതെല്ലാവരും രാഷ്ട്രീയത്തിൽ കളിക്കുന്നതാണല്ലോ. ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.